ഇപ്പൊ നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നുണ്ടാകാം, പിശാചിനെ ഭയപ്പെടുന്നുണ്ടാകാം, ഭാവി എന്താകും ഓർത്ത് ഭയപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്നത് മറന്നു പോകരുത്. മറന്നുപോയാൽ അപ്പൊ വിറയ്ക്കാൻ തുടങ്ങും. ഈ ബോധമുള്ളവന് സഹനങ്ങളോ വേദനകളോ ഒന്നും ഇല്ലെന്നല്ല. സഹനങ്ങൾ ഉണ്ടാവും, വേദന ഉണ്ടാവും, കുലുക്കം ഉണ്ടാവും, പിടിച്ചു കുലുക്കും. പക്ഷെ നേരെ നിൽക്കും. ഉണ്ടാവുന്ന സഹനങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടുനോക്കിയേ. വെറുതെ എന്നെ വേദനിപ്പിക്കാൻ, എന്നെ ശപിച്ച് തള്ളിക്കളയുന്ന കർത്താവല്ല. ഈ വേദനയെ ഞാൻ അതിജീവിക്കുന്ന കർത്താവിന്റെ ആശ്വാസം അറിയുമ്പോൾ ഇതുപോലെ ഇതിനെക്കാട്ടും വലിയ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഉപകരണമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ആശ്വാസവും കിട്ടാത്തൊരു സമയം ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. നിങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങളോ, നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിച്ച പ്രസ്ഥാനങ്ങളോ സഹായിക്കാത്ത സമയം, നിങ്ങളുടെ അപ്പനോ അമ്മയോ പോലും കൈ കഴുകി മാറി നിൽക്കുന്ന സമയം, നിങ്ങളുടെ ജീവിത പങ്കാളി കൈകെട്ടി നിൽക്കുന്ന ഒരു സമയം വന്നേക്കാം. സകല സമാശ്വാസത്തിന്റെ ഉടയവനായ അപ്പന്റെ മുമ്പിൽ തന്നെ പോയിരുന്നേക്കുക. ഉത്തരം കിട്ടുകയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുറെ സ്ഥലങ്ങളിൽ പോയി അവിടെ എല്ലാം നമ്മളെ ഉത്തരം മുട്ടിച്ചിട്ടേ ഉള്ളൂ. ഉത്തരം തരാൻ പറ്റുന്ന ഒരാൾ, ആശ്വസിപ്പിക്കാൻ, നിങ്ങളെ കൺസോൾ ചെയ്യാൻ, നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ ഒരാൾ ഇവിടെ ഉണ്ട്. ഈശോ